ഇസ്രായേലിൽ ജോലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അവിടേക്ക് എങ്ങനെ പോകാൻ സാധിക്കും എന്നറിയാതെ കുഴഞ്ഞിരിക്കുകയാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുവാനുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇസ്രായേൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെയുള്ള ജോലി സാധ്യതകൾ എന്തെല്ലാമെന്നാണ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നിലവിൽ 2 തരത്തിലാണ് നമുക്ക് അവിടേക്ക് പോകുവാനായിട്ട് സാധിക്കുന്നത്. ഒന്ന് ജനറൽ കാറ്റഗറി വിസ, രണ്ടാമതായിട്ട് കെയർ ഗീവർ അഥവാ കെയർ ടേക്കർ വിസ. ഈ 2 രീതിയിൽ നമുക്ക് ഇസ്രായേലിലേക്ക് പോകുവാനായിട്ട് സാധിക്കും. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് കൂടുതൽ ആളുകൾ പോകുന്നത് കെയർ ഗീവർ വിസയിലാണ്. അപ്പോൾ കെയർ ഗീവർ വിസയിൽ പോകുവാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. കെയർ ഗീവർ വിസയിൽ തന്നെ നിലവിൽ 2 സാധ്യതകൾ നമ്മുടെ മുൻപിലുണ്ട്. ഒന്ന് പ്രൈവറ്റ് ത്രൂ പോകുവാനായിട്ട്, പ്രൈവറ്റ് ഏജൻസി വഴി പോകുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന G2G അഥവാ ഗവൺമെന്റ് ടു ഗവൺമെന്റ്. ഈ 2 രീതിയിൽ നമുക്ക് പോകുവാനായി സാധിക്കും. ഈ G2G വിസയിലാണെങ്കിൽ പൈസ മുടക്ക് 6-7 ലക്ഷം രൂപയ്ക്കകത്ത് നിൽക്കും. എന്നിരുന്നാൽ കൂടി പ്രോസസ്സിങ്ങിന് 6 മാസത്തോളം സമയമെടുക്കും. പ്രൈവറ്റ് ഏജൻസി ത്രൂ പോവുകയാണെങ്കിൽ 2-3 മാസത്തിനുള്ളിൽ നമുക്ക് കയറി പോകുവാനായിട്ട് സാധിക്കും. പക്ഷേ അവിടെ വരുന്ന മുതൽ മുടക്ക് എന്ന് പറയുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം 13 തുടങ്ങി 16-17 ലക്ഷം വരെയും, മെയിൽ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് 18 തുടങ്ങി 20 ലക്ഷം വരെയും അവിടെ മുതൽ മുടക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു ഏജൻസി അഥവാ ഒരു ഏജന്റിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വൺസ് നമ്മൾ ഒരു ഏജന്റിനെയോ അല്ലെങ്കിൽ ഏജൻസിയോ കണ്ടുപിടിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 20 ദിവസത്തെ ക്ലാസ് ഡൽഹിയിലോ മുംബൈയിലോ വെച്ച് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ക്ലാസ്സിലേക്ക് പോകുന്നതിനും നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ മിനിമം 10ാം ക്ലാസ് പാസ്സായ ഒരു വ്യക്തിയായിരിക്കണം. രണ്ടാമതായിട്ട് ഇംഗ്ലീഷിൽ ആവശ്യത്തിനുള്ള പരിജ്ഞാനം നമുക്കുണ്ടായിരിക്കണം. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ വരെ ഇംഗ്ലീഷ് പരിജ്ഞാനം വളരെ ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കോൺസുലേറ്റ് ഇന്റർവ്യൂ കുറച്ച് ടഫ് ആയതിനാൽ തന്നെ നമ്മൾ ആ 20 ദിവസത്തെ ക്ലാസ് അവിടെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് നോളജ് അത്യാവശ്യമാണ്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയും അതിന് ആൻസർ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നാൽ നമ്മൾ ആ ഇന്റർവ്യൂ പാസ്സായ അടുത്ത ദിവസം മുതൽ നമുക്ക് 20 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പുതിയൊരു രാജ്യത്തേക്ക് പോവുകയാണ്. അവിടെ പുതിയൊരു ഭാഷയാണ്. ഇസ്രായേലിലെ ഭാഷ എന്ന് പറയുന്നത് ഹീബ്രു ആണ്. അതുകൊണ്ട് തന്നെ ഹീബ്രുവിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നമ്മളെ പഠിപ്പിക്കും. രണ്ടാമതായിട്ട് 60% കൂടുതൽ ആളുകൾ വരുന്നത് തന്നെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മെഡിക്കൽ പരമായ യാതൊരു നോളജും ഉണ്ടാവുകയില്ല. നമുക്കറിയാം, നമ്മൾ ഇസ്രായേലിൽ പോകുന്നത് പ്രായമായ രോഗികളെ നോക്കുന്നതിനോ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ നോക്കുന്നതിനോ കിടപ്പ് രോഗികളെ നോക്കുന്നതിനോ ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ആ മേഖലകളെക്കുറിച്ച് കുറച്ച് അറിവ് നമുക്കുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമതായി അവർ നമ്മളെ പഠിപ്പിക്കുന്നത് മെഡിക്കലാണ്. മൂന്നാമതായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത്, നമ്മൾ ആ രാജ്യത്ത് പോകുമ്പോൾ നമ്മൾ അവിടുത്തെ ഫോറിൻ വർക്കേഴ്സാണ്. അപ്പോൾ നമുക്കവിടെ കുറേ റൂൾസ്, റെഗുലേഷൻസ്, അതുപോലെ തന്നെ നമുക്ക് വേണ്ട റൈറ്റ്സ് ഉണ്ട്. അതിനെക്കുറിച്ചും അവർ നമ്മളെ പഠിപ്പിക്കും. ഈ ക്ലാസ്സിന് ശേഷം അവർ ഒരു എക്സാം കൂടി കണ്ടക്ട് ചെയ്തിട്ടാണ് നമ്മളെ നാട്ടിലേക്ക് വിടുക. വൺസ് നമ്മൾ നാട്ടിൽ വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഏജൻസി പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം എത്രയും വേഗം റെഡിയാക്കി നമ്മൾ മുംബൈയിലേക്കോ ഡൽഹിയിലോ അയച്ചു കൊടുക്കും. അവിടെ നിന്ന് അവർ പേപ്പർ എല്ലാം റെഡിയാക്കി ഇത് ഇസ്രായേൽ ഏജൻസിക്ക് കൈമാറുന്നു. ഇസ്രായേൽ ഏജൻസിക്ക് അത് കൈമാറുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹീബ്രുവിലും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്ത് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്നു. അവർ അത് ഫാമിലിക്ക് സെൻഡ് ചെയ്യും. ആ വീഡിയോ കണ്ട് ആ ഫാമിലിക്ക് നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ നമ്മളെ വീഡിയോ കോൾ വഴി സംസാരിക്കും. അതിനുശേഷം നമ്മുടെ വിസ ജോബ് ഓർഡർ ഓൺലൈനിൽ വരുന്നു, വിസ അടിക്കുന്നു. ഇത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിൽ നിന്ന് മുംബൈയിലേക്കോ ഡൽഹിയിലേക്കോ തിരിച്ചു പോവുകയാണ്. അവിടെ ചെന്ന് വിസ ക്ലാസ്സിന് ഇരിക്കുന്നു.
ഈ വിസ ക്ലാസ്സിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാം, ഇൻ്റർവ്യൂവിന് എന്തെല്ലാം കാര്യങ്ങളാണ് ചോദിക്കുന്നത്, അങ്ങനെ ഒരു ഇൻ്റർവ്യൂ എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഫേസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വിസ ക്ലാസ്സിൽ നമ്മളെ പഠിപ്പിക്കുക. വിസ ക്ലാസ് നടക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മെഡിക്കൽ ചെയ്യുകയും വൺസ് നമ്മൾ മെഡിക്കൽ പാസ്സാവുകയാണെങ്കിൽ ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റ് എടുക്കുകയും നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇൻ്റർവ്യൂ പാസ്സായി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ടിക്കറ്റ് എടുത്തു തരികയും എത്രയും വേഗം തന്നെ നമ്മുടെ സ്വപ്ന രാജ്യമായ ഇസ്രായേലിലേക്ക് പോകുവാനായിട്ടും നമുക്ക് സാധിക്കും. ഈ കൊച്ചു വീഡിയോയിൽ വളരെ പരിമിതമായ കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത്യാവശ്യം ഏകദേശം ഒരു ഐഡിയ ഇതിൽ നിന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി എന്തെങ്കിലും കൂടുതൽ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.